കേരളം പ്രസവം നിർത്തി ഇങ്ങനെ വിളിച്ചു പോകാമെന്നല്ല. നമ്മുടെ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. കൂടുപോലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പൊട്ടിമുളയ്ക്കുന്നുമുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. അകത്ത് സംഭവിക്കുന്നത് അത്ര നല്ലതല്ലാത്ത കണക്കുകളും കാര്യങ്ങളുമാണ്. കേരളത്തിൽ മരിക്കുന്നത്രയും പേർ ജനിക്കുന്നില്ല. അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി. ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്നവർ ഒരു സമൂഹത്തിൽ മരിച്ചു പോകുന്നവർക്ക് ആനുപാതികമായി കുട്ടികൾ ജനിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ലോകമൊട്ടാകെ ഉപയോഗിക്കുന്ന പദമാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി. ആ കമ്മ്യൂണിറ്റി നിലനിൽക്കണോ നാമാവശേഷമാകണോ എന്ന് തീരുമാനിക്കുന്നത് അവനാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി. ഒരു സ്ത്രീ തൻ്റെ ആയുസ്സിൽ ശരാശരി എത്ര പെൺകുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ജനിക്കുന്നതിൻ്റെ എണ്ണം മാത്രം എടുക്കുന്നത് എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏത് സമൂഹത്തിലും ജനസംഖ്യാ വർധനവ് ആകെയുള്ള സ്ത്രീകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പൊളിറ്റിക്കലി അത്ര കറക്റ്റ് അല്ലാത്ത വിധത്തിൽ പറഞ്ഞാൽ വിത്ത് സുലഭമാണ്, വയലാണ് ആവശ്യത്തിന് വേണ്ടത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെട്ട റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണ്. നാം 2, നമുക്ക് 2.1 കുട്ടികൾ. അതിൽ 1 ആൺകുട്ടിയും മറ്റേത് പെൺകുട്ടിയും ആയിരിക്കുകയും വേണം. 105 ആൺകുട്ടികൾക്ക് 100 പെൺകുട്ടികളിൽ കുറയരുത്. എന്തുകൊണ്ടാണ് ഈ കണക്ക് 2 ആകാതെ 2.1 ആയത്? പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സംഭവിക്കുന്ന ശിശുമരണങ്ങൾ, അപകടങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ജനിക്കുന്നവരിൽ ചില കുട്ടികൾക്ക് അവർ വലുതാകുമ്പോൾ കുട്ടികൾ ജനിക്കാത്ത അവസ്ഥ എന്നിവ റൗണ്ട് ചെയ്യാനാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞർ ഈ 0.1 അധികമായി ചേർക്കുന്നത്. ഒരു രാജ്യത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 മുകളിലാണെങ്കിൽ ആ രാജ്യം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യാ സ്ഫോടനത്തിലേക്ക് നീങ്ങും. മനുഷ്യരുടെ എണ്ണം കൂടും, വിഭവങ്ങൾ കുറയും. അത് അപകടകരമാണ്. ഇനി റീപ്ലേസ്മെന്റ് ലെവൽ കുറഞ്ഞാലോ അത് ദുരന്തമാണ്. അവിടെയാണ് നമ്മൾ കേരളത്തെ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരു മലയാളി സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിച്ചാലേ കേരളം നിലനിൽക്കൂ. എന്നാൽ നമ്മൾ ആ കണക്കുകളിൽ നിന്നൊക്കെ എന്നേ പിന്നോക്കം പോയി. 1967 ഒരു മലയാളി യുവതിക്ക് ശരാശരി 4.1 കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ 2026 മലയാളി വനിത 1.6 കുട്ടികളെ മാത്രമാണ് പ്രസവിക്കുന്നത്. അവർ പ്രസവിക്കുന്ന കുട്ടികളിൽ 20% പേർ പഠിക്കാനെന്ന പേരിൽ കടൽ കടന്ന അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പോവുകയും ചെയ്യും. കുടിയേറി പോകുന്നവർ കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച് മറ്റൊരാളെ കൂടി കൊണ്ടുപോകും. പ്രതിസന്ധി നമ്മൾ കരുതിയതിനേക്കാളൊക്കെ രൂക്ഷമാണ്. പണ്ടൊക്കെ കേരളത്തിൽ അത്രയധികം പെണ്ണുങ്ങൾ വീടിന് വെളിയിലിറങ്ങി വേല ചെയ്തിരുന്നില്ല. അവർക്ക് പേരല്ലാതെ വേറെന്ത് വേല? ഇന്ന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറയും. എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു, അന്യായമല്ലേ? എന്നാൽ അത്ര സിമ്പിളാണോ കാര്യങ്ങൾ? അല്ല. രോഗം പിടിച്ച സമൂഹമാണ് നമ്മളെന്ന് തോന്നിക്കുന്ന, ഒരുപാട് അസ്വസ്ഥതകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന, കേരളത്തിൻ്റെ മുഴുവൻ ദൈന്യതയും പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ജനസംഖ്യ കണക്ക്. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെല്ലാം ഞാനെന്ന ശരാശരി മലയാളിയുടെ കുമ്പസാരം കൂടിയാണ്. കുഞ്ഞുങ്ങൾ ജനിക്കാത്ത സമൂഹത്തിലിരുന്ന് ഞാനും നിങ്ങളുമൊക്കെ ഭാസുരമായ ഭാവി സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യം? ഐക്യകേരളം പിറന്ന 1956 നവംബർ 1 കേരളത്തിൽ 68,33,000 സ്ത്രീകളുണ്ടായിരുന്നു. ഇതിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകളുടെ എണ്ണം ഏതാണ്ട് 13 ലക്ഷത്തോളം വരും. അതിൽ തന്നെ 7 ലക്ഷം സ്ത്രീകൾ പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളാണ്. അവരെല്ലാം ശരാശരി 6 കുട്ടികളെ പ്രസവിച്ചു. 12 എണ്ണത്തിന് പെറ്റിട്ടും 85 വയസ്സ് വരെ പുല്ലുപോലെ പണിയെടുത്ത പാറുമ്മായിനെ എനിക്കറിയാം. 3 ലക്ഷത്തോളം സ്ത്രീകൾ പരമ്പരാഗത വ്യവസായങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. നെയ്ത്ത്, കയർ, കശുവണ്ടി, മൺപാത്രം തുടങ്ങി കായലിൽ കക്കവാരൽ വരെ. ബാക്കിയുള്ള 3 ലക്ഷം സ്ത്രീകളാണ് സാരി ഉടുത്ത് ജോലിക്ക് പോയിരുന്ന മലയാളി പെണ്ണുങ്ങൾ. അവരും ശരാശരി 5 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ജനസംഖ്യയിൽ ബാക്കിയുള്ള വീടുകളിൽ ഒതുങ്ങിയ 1/2 കോടിയോളം മലയാളി പെണ്ണുങ്ങളും ശരാശരി 6 കുട്ടികളെ വീതം പ്രസവിച്ചു. ചുരുക്കി ഇങ്ങനെ പറയാം, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1956 കേരളത്തിലെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി 5.6 ആണ്. ഒരു സ്ത്രീക്ക് ശരാശരി 5.6 കുട്ടികൾ. ഇതിൽ 2.9 പെണ്ണ്, 2.7 ആണ്. ഇത് അവിടെ നിന്നില്ല. അവിടെ നിന്നും അടുത്ത സെൻസസിലേക്ക് എത്തിയപ്പോൾ 1961 മുതൽ 71 വരെയുള്ള വർഷങ്ങളിൽ ഈ ജനന നിരക്ക് 2.3% വീതം വർദ്ധിച്ചു. അതായിരുന്നു കേരളത്തിൻ്റെ ബേബി ബൂം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. തൊഴിലും കൂലിയും പരിഷ്കരിക്കപ്പെട്ടു. മലയാളി ഗൾഫിൽ പോയി തുടങ്ങിയിട്ടില്ല. ആണും പെണ്ണും ഒരുമിച്ചുണ്ട്, ഒരുമിച്ചുറങ്ങി. കേരളത്തിൽ ആരും കോണ്ടം കണ്ടിട്ടില്ല. അബോർഷൻ കേട്ടുകേൾവി മാത്രമാണ്. എല്ലാവരും ഉത്സാഹിച്ചു. കേരളം നിറഞ്ഞു. എന്നാൽ ആളുകൂടി പത്തായങ്ങൾ പതിയെ കാലിയായി തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ വയറ് നിറയാതായി. അരി റേഷനായി. അങ്ങനെയാണ് കേരളത്തിൽ ദേശീയ കുടുംബാസൂത്രണ പദ്ധതി കയറി ശക്തി പ്രാപിക്കുന്നത്. സത്യത്തിൽ ഐക്യകേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളിലായി 11 ഫാമിലി പ്ലാനിംഗ് ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു. ക്ലിനിക്കൽ അപ്രോച്ച് എന്ന രീതിയിലായിരുന്നു അവയുടെ തുടക്കം. അതായത് താല്പര്യമുള്ളവർക്ക് ക്ലിനിക്കുകളിൽ വന്ന് ഉപദേശം തേടാം. എന്നാൽ പെറ്റ് പെരുകുന്നവർക്ക് ആനുപാതികമായി നമ്മൾ പത്തായങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ സർക്കാർ 1960കളിൽ കുടുംബാസൂത്രണം ഒരു മിഷനാക്കി. ആ സമയം കൊണ്ട് കോട്ടയം ജില്ലയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ റബ്ബർ തൈകളും ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് നട്ട റബ്ബർ മരങ്ങളിൽ നിന്ന് ആദ്യത്തെ ടാപ്പിംഗ് നടന്നപ്പോൾ അതിനൊപ്പം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ
കോണ്ടം നിർമ്മിക്കുന്ന ഫാക്ടറികളും പൊന്തി. 5 പൈസയ്ക്ക് ഒരു പാക്കറ്റ് എന്ന നിരക്കിൽ നിരോധ് ജനകീയമായി. 1964 എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി എന്ന പേരിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി കുടുംബാസൂത്രണത്തിന്റെ ഗുണങ്ങൾ വിവരിക്കാൻ തുടങ്ങി. 1-2 കുട്ടികൾ അത് മതി, അതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. 1000 പേർക്ക് 25 കുട്ടികൾ എന്ന നിരക്കിൽ കുറയ്ക്കലാണ് പ്രധാന ലക്ഷ്യം. 2 കുട്ടികൾ ജനിക്കുന്നതിനിടയ്ക്ക് 3 വർഷത്തെങ്കിലും ഇടവേള കൊടുക്കുക, മാതൃമരണ നിരക്ക് കുറക്കുക, ഇതും മുദ്രാവാക്യങ്ങളാണ്. അങ്ങനെ പോയി 1970-കളിലെത്തിയപ്പോൾ കേരളത്തിലെ ഫെർട്ടിലിറ്റി നിരക്കിൽ വലിയ കുറവുണ്ടാകാൻ തുടങ്ങി. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും 1971 എറണാകുളം മാസ് ക്യാമ്പ്. ഇത്രയധികം മനുഷ്യരെ ഒറ്റയടിക്ക് വന്ധ്യംകരിച്ചൊരു പദ്ധതി ലോകത്തിൽ അതിനു മുമ്പും ഉണ്ടായിട്ടില്ല, പിമ്പും ഉണ്ടായിട്ടില്ല. BBC ഒക്കെ വന്ന് ഷൂട്ട് ചെയ്തു പോയ സംഗതിയാണ്. എൻ്റെ അപ്പാപ്പനൊക്കെ പോയി ക്യൂ നിന്ന കഥ കേട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആണ് വന്ധ്യംകരണ ക്യാമ്പുകളിൽ ഉണ്ടായത്. ലക്ഷക്കണക്കിന് മനുഷ്യർ സ്വമേധയാ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി. അങ്ങനെ 1980 കേരളം ആ ലക്ഷ്യം എത്തിപ്പിടിച്ചു. സംസ്ഥാനം റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി TFR 2.1 കൈവരിച്ചു. ഒരു മലയാളി സ്ത്രീക്ക് ശരാശരി 2.1 കുട്ടികൾ. ഈ സമയം ഒരു തമിഴ് സ്ത്രീക്ക് ശരാശരി 4.4 കുട്ടികളും ഗുജറാത്തിൽ 3.9 കുട്ടികളും ബംഗാളി സ്ത്രീക്ക് 4.3 കുട്ടികളും ഉണ്ടായിരുന്നു. മലയാളികൾ അവിടെയും മിടുക്കന്മാരായി. പിന്നെ നമ്മൾ 2 നമുക്ക് 2 ഹം ദോ ഹമാരേ ദോ എന്നതിലേക്ക് ലക്ഷ്യങ്ങൾ മാറി. തിരുവനന്തപുരത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോണ്ടം ഉൽപ്പാദന കേന്ദ്രമായി മാറി. കുടുംബാസൂത്രണത്തിൻ്റെ കഥ അങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ചു. ഇന്ന് കുടുംബാസൂത്രണക്കാർ എങ്ങനെയെങ്കിലും പ്രസവങ്ങളുടെ എണ്ണം കൂട്ടി റീപ്ലേസ്മെന്റ് ലെവൽ ബാലൻസ് ചെയ്യാനുള്ള വഴി ആലോചിക്കുകയാണ്. സർക്കാർ ചെലവിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വരെ അവർ തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം മാസ് ക്യാമ്പ് പോലെ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്തോ. കുടുംബാസൂത്രണം മാത്രമായിരുന്നോ കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജനസംഖ്യ ഇടിവിന് കാരണം? ഒരിക്കലുമല്ല. 1000 കാരണങ്ങൾ വേറെയുണ്ട്. ചിലത് മാത്രം പറയാം. ഗൾഫ് കുടിയേറ്റം പറയാതെ വയ്യ. 1970 കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള ഒഴുക്ക് തുടങ്ങിയത്. 1970 മുതൽ 1990 വരെയുള്ള 30 വർഷം നിർണായകമാണ്. 22 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള തിളയ്ക്കുന്ന പ്രായത്തിലുള്ള 6 ലക്ഷം ചെറുപ്പക്കാരാണ് ആ 30 കൊല്ലം കൊണ്ട് മലബാറിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നും കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പോയത്. അവരിൽ 99% പേരും ഭാര്യമാരെ ഒപ്പം കൂട്ടിയിരുന്നില്ല. കുട്ടികൾ ഉണ്ടാകാൻ ഒരുമിച്ചിരിക്കേണ്ട കാലം അവർ അകന്നു കഴിഞ്ഞു. ഒരു മലയാളി പ്രവാസി തൻ്റെ 25-ാം വയസ്സിൽ ഗൾഫിൽ പോയി വർഷത്തിൽ ഒരിക്കലോ 2 വർഷത്തിലൊരിക്കലോ മാത്രം നാട്ടിൽ വരുമ്പോൾ ആ ദമ്പതികളുടെ പീക്ക് റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് പാഴാവുകയാണ്. സ്ത്രീകളുടെ റീപ്രൊഡക്ഷൻ കലണ്ടറിനെയും ഇത് ബാധിക്കും. ഗൾഫ് പ്രവാസം കേരളത്തിലെ വിവാഹപ്രായത്തെയും രീതികളെയും മാറ്റി. വീട് പണിയുക, സഹോദരിമാരുടെ കല്യാണം നടത്തുക, കടങ്ങൾ വീട്ടുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് മാത്രമേ മിക്ക പ്രവാസി യുവാക്കളും സ്വന്തം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. ഇത് പ്രവാസി പുരുഷന്മാരുടെ വിവാഹപ്രായം 30-ന് മുകളിലേക്ക് ഉയർത്തി. പ്രവാസത്തിലൂടെ കുടുംബത്തിലേക്കെത്തിയ പണം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചതോടെ പെൺകുട്ടികളുടെ വിവാഹപ്രായവും 18-ൽ നിന്ന് 24 വയസ്സിലേക്ക് ഉയർന്നു. ഇതൊരു നല്ല കാര്യമാണെങ്കിലും വിവാഹപ്രായം വൈകുന്നത് സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് ജന്മം നൽകാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുമെന്ന് ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി പറയാം. കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ അവർ ഭാവിയിൽ ഞങ്ങളെ നോക്കും എന്ന പഴയ ചിന്താഗതി മാറി. ഉള്ള 1-2 കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന ബോധം പ്രവാസികൾക്കുണ്ടായി. അതുമല്ല, അവർ നാട്ടിൽ വലിയ വീടുകളും ആധുനിക ജീവിത സൗകര്യങ്ങളും ഒരുക്കിയപ്പോൾ കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവും കൂടി. അതോടെ കുട്ടികളുടെ എണ്ണവും കുറഞ്ഞു. പുരുഷന്മാർ അക്കരെയായിരുന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും പണം കൈകാര്യം ചെയ്യാനും എല്ലാം സ്ത്രീകൾ പഠിച്ചു. ഇത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചും തീരുമാനിക്കാനുള്ള സ്ത്രീകളുടെ ശേഷി കൂട്ടി. ഇനി നമ്മുടെ കാലത്തെ കുടിയേറ്റം നോക്കാം. 2005 മുതൽ കഴിഞ്ഞ 20 വർഷമായുള്ള ട്രെൻഡാണ് വിദേശത്ത് പഠിക്കാൻ പോവുക, അവിടെ ജോലിയും കുടുംബവുമായി കൂടുക. ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലാത്ത 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്ഥിരതാമസം തുടങ്ങിയത്. ഈ 3.5 ലക്ഷം പേരിൽ മിക്കവരും കല്യാണം കഴിച്ചു, ചിലർ കഴിക്കാനിരിക്കുന്നു. 80% പേരും നാട്ടിൽ നിന്നായിരിക്കും കെട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ജീവിത പങ്കാളിയെ കൂടി അവർ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകും. അതായത് നമുക്ക് നഷ്ടം ഡബിളാണ്. ഈ പോകുന്ന ദമ്പതികൾക്കും കുട്ടികളുണ്ടാകും. പക്ഷേ ആ കുട്ടികൾ അച്ഛനമ്മമാർ ചെന്ന് കൂടുന്ന രാജ്യത്തെ പൗരന്മാരായിട്ടല്ലേ വളരുക? കേരളത്തിന് തലമുറകളുടെ നഷ്ടം. മലയാളി സ്ത്രീകൾ പ്രസവം കുറച്ചതിന് ഇനിയുമുണ്ട് കാരണങ്ങൾ. കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത ജീവിത ചെലവ് നോക്കൂ. സർക്കാർ ജോലിക്കാരുടെ കാര്യം പോട്ടെ, അവർ എണ്ണത്തിൽ തുച്ഛമാണ്. ബാക്കിയുള്ള മനുഷ്യർ മുഴുവൻ പണിയെടുക്കുന്ന കേരളത്തിലെ അസംഘടിത മേഖലയിൽ ദയനീയമായ വിധത്തിൽ ശമ്പളം കുറവാണ്. കുടുംബത്തിലെ 3 പേർ ജോലി ചെയ്തിട്ട് പോലും ഒരു മാസം EMI ഡ്യൂ ആകുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. കടത്തിൽ മുങ്ങി മരിക്കുന്ന മലയാളി എങ്ങനെ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കും? ഒരു ഉദാഹരണം പറയാം. ഇന്ന് 2026 മാർച്ച് 24. ഇന്നത്തെ ദിവസം കേരളത്തിൽ ഒരിടത്തരം കുടുംബത്തിലെ ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞ് അല്ലെങ്കിൽ പെൺകുഞ്ഞ് പിറന്നുവെന്ന് കരുതുക. 2044 മാർച്ച് 24 ആ കുട്ടിക്ക് 18 വയസ്സാകും. ഈ 18 വർഷത്തിനിടയ്ക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ മാതാപിതാക്കൾ എത്ര രൂപ ചെലവഴിക്കണം എന്നറിയാമോ? 2026 കേരളത്തിലെ വിലക്കയറ്റ നിരക്കും പണപ്പെരുപ്പവും വെച്ച് കണക്ക് കൂട്ടിയാൽ
ഒരിടത്തരം കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ച് 18 വയസ്സ് വരെ വളർത്തുന്നതിന് ഏതാണ്ട് 55 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഇത് ഞാൻ പറയുന്നതല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാൽക്കുലസ് തിയറികൾ കൈകാര്യം ചെയ്യുന്ന ഒരു AI മോഡൽ കണക്ക് കൂട്ടി പറഞ്ഞതാണ്. സാമ്പത്തിക വിദഗ്ധർ ശരിവെച്ചതാണ്. ഈ ചെലവിൽ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആരോഗ്യരക്ഷ, ഇൻഷുറൻസുകൾ തുടങ്ങി ഭക്ഷണ ചെലവ് വരെ ഉൾപ്പെടും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ പണം എത്രമാത്രം ആവശ്യം വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മക്കൾക്ക് അന്നം കൊടുക്കുന്നതിന് മനുഷ്യരാരും കണക്ക് പറയാറില്ലെന്നറിയാം. എന്നാലും വെറുതെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഒരു കുട്ടിയെ 18 വയസ്സ് വരെ വളർത്താൻ 75 ലക്ഷം രൂപ ആകെ വേണമെങ്കിൽ ആ കുടുംബത്തിന് ഓരോ വർഷവും 4,16,000 രൂപ അതിനുവേണ്ടി കരുതണം. അങ്ങനെ നോക്കിയാൽ 18 വയസ്സാകും വരെ ഓരോ മാസവും ഒരു കുട്ടിയെ വളർത്താൻ കേരളത്തിൽ വേണ്ടി വരുന്ന തുക 34,722 രൂപയാണ്. ഒരു മാസം 25,000 രൂപ ശമ്പളം വാങ്ങുന്ന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ എങ്ങനെ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കും? നിങ്ങൾ പറയും. സർക്കാർ സ്കൂളുകളും ആശുപത്രികളും ചികിത്സാ പദ്ധതികളും എങ്ങനെയൊക്കെയാണ് കേരളത്തെ വീഴാതെ പിടിച്ചു നിർത്തുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കേരള ജനസംഖ്യ കുറയാനുള്ള മറ്റൊരു കാരണം വന്ധ്യത തന്നെയാണ്. കേരളത്തിലെ 100 ദമ്പതികളിൽ 20 ജോഡി ദമ്പതികൾക്ക് കുട്ടികളില്ല. ഇതെന്നെയും ചെറുതായി ഞെട്ടിച്ച കണക്കാണ്. ഞാൻ ഈ ഫാക്റ്റ് ക്രോസ് ചെക്ക് ചെയ്തു. സത്യമാണ്. കേരളത്തിലെ ദമ്പതികൾക്കിടയിൽ വന്ധ്യതാ നിരക്ക് 15% മുതൽ 20% വരെയാണെന്ന് കണക്കാക്കിയിരിക്കുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേ തന്നെയാണ്. ദേശീയ ശരാശരിയേക്കാൾ 10% വരെ കൂടുതൽ. പണ്ടൊക്കെ കേരളത്തിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ കുറ്റം പെണ്ണിന് മാത്രമായിരുന്നു. കാലം മാറി, കണക്കുകൾ കഥ പറഞ്ഞു തുടങ്ങിയതോടെ ഇതും മാറി. കേരളത്തിലെ ആകെ വന്ധ്യതാ കേസുകളിൽ 40% മുതൽ 45% വരെ പുരുഷന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം കേരളത്തിലെ പുരുഷ വന്ധ്യതയിൽ 20% വർധനവുണ്ടായിട്ടുണ്ട്. ലോ സ്പേം കൗണ്ട്, ലോ മോട്ടിലിറ്റി, സ്ട്രെസ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയൊക്കെ തന്നെ കാരണം. ഇതിൽ തന്നെ പ്രവാസി പുരുഷന്മാരിൽ വന്ധ്യതാ നിരക്ക് വലിയ തോതിൽ കൂടുന്നുണ്ട്. ഗൾഫ് നാടുകളിലെ കാലാവസ്ഥയും ജീവിത രീതിയുമായി പൊരുത്തപ്പെടാനാകാതെ അവരുടെ പ്രത്യുൽപാദന ശേഷി 32% വരെ കുറയുന്നുവെന്നാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ പറയുന്നത്. കേരളത്തിലെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി 40% മുതൽ 45% വരെയാണ്. സ്ത്രീകളുടെ വൈകിയുള്ള വിവാഹവും ഗർഭധാരണവും, കേരളത്തിലെ 5-1 സ്ത്രീകൾക്കുള്ള PCOS പ്രശ്നങ്ങൾ, എൻഡോമെട്രിയോസിസ്, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ തന്നെ കാരണം. കേരള ജനസംഖ്യ താഴേക്ക് പോകാനുള്ള മറ്റൊരു കാരണം സംസ്ഥാനത്ത് ഓരോ വർഷവും കുറഞ്ഞു വരുന്ന വിവാഹങ്ങളുടെ എണ്ണമാണ്. 2020 കേരളത്തിൽ കോവിഡ് തരംഗങ്ങൾക്കിടയിലും നടന്നത് 1,55,000 വിവാഹങ്ങളാണ്. 2021 നിയന്ത്രണങ്ങൾ പതുക്കെ അയഞ്ഞപ്പോൾ 1,75,000 വിവാഹങ്ങൾ നടന്നു. 2022 കോവിഡിന് ശേഷമുള്ള ഉത്സവ കല്യാണങ്ങൾ തിരിച്ചെത്തി. 2,10,000 വിവാഹങ്ങളാണ് ആ വർഷം നടന്നത്. 2023 1,90,000 ജോഡികൾ കല്യാണം കഴിച്ച് കണക്കുകൾ കോവിഡിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കല്യാണങ്ങൾ കുറയുന്നതാണ് കേരളം കണ്ടത്. 2024 വിവാഹങ്ങളുടെ എണ്ണം 1,75,000 2025 1,68,000 താഴ്ന്നു. ദേശത്ത് കുഞ്ഞിരാമൻ വരുത്തിവെച്ച ശാപം. മാസത്തിൽ 3-4 കല്യാണ സദ്യ കൊണ്ടിരുന്ന ഞാനിപ്പോൾ ആരെങ്കിലും കല്യാണം വിളിക്കാൻ ആറ്റുനോറ്റിരിപ്പാണ്. എന്താണ് കല്യാണം കുറയാൻ കാരണം? പുതിയ പിള്ളേർക്ക് വോളണ്ടറി സിംഗിൾനെസ്സിനോടാണ് ഭ്രമം. കേരളത്തിൽ ഗാമോഫോബിയ കൂടുകയുമാണ്. ഗാമോഫോബിയ എന്നാൽ വിവാഹത്തോടുള്ള ഭയം. ഇവിടെയും പറഞ്ഞു പോകേണ്ട ചില കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2025 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒന്നുകൂടെ വായിക്കാം. അത് പറയുന്നത് കേരളത്തിലെ 100 പുരുഷന്മാരിൽ 8 പേരും 100 സ്ത്രീകളിൽ 7 പേരും കല്യാണമേ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നവരാണ് എന്നാണ്. ഇവരെല്ലാം 40 വയസ്സ് പിന്നിട്ടവരുമാണ്. ജനസംഖ്യയിലെ 20 ലക്ഷം മനുഷ്യർ കല്യാണം കഴിക്കുന്നില്ല എന്നതിനർത്ഥം കേരളത്തിൽ ജനിക്കേണ്ടിയിരുന്ന 21 ലക്ഷം കുഞ്ഞുങ്ങൾ ഇല്ലാതാകുന്നുവെന്നുമാണ്. ഒരു കൗതുകത്തിന് ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റ് എടുത്ത് ഏജ് ഫിൽട്ടർ കൊടുത്താൽ അറിയാം, കല്യാണം കഴിക്കാൻ മുട്ടി നടക്കുന്നവരിൽ 40% 35 വയസ്സ് പിന്നിട്ടവരാണ്. ആയ കാലത്ത് കരിയറിന് പിന്നാലെ ഓടി, പറ്റിയ പെൺകുട്ടിയെ കിട്ടിയില്ല, കുടുംബത്തിലെ ഏതെങ്കിലും പരട്ടമ്മാവൻ ജാതകദോഷം പറഞ്ഞ് കല്യാണം കലക്കി, അങ്ങനെ പല കാരണങ്ങൾ പറയാനുണ്ടാകാം. കേരളത്തിലെ മാട്രിമോണിയൽ സൈറ്റുകളിൽ 2023 ശേഷം സ്ത്രീകളുടെ പ്രൊഫൈലുകളിൽ 10% മുതൽ 15% വരെ കുറവുണ്ടായിട്ടുണ്ട്. കല്യാണത്തോടെ നോ പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുന്നതിൻ്റെ സൂചനയാണിത്. അതേസമയം തന്നെ 35 വയസ്സ് കഴിഞ്ഞ 90കളിലെ വസന്തങ്ങളായ പുരുഷന്മാരുടെ പ്രൊഫൈലുകൾ സൈറ്റുകളിൽ കുമിഞ്ഞുകൂടുന്നത് മാട്രിമോണിയൽ ക്രൈസിസ് അഥവാ അനുയോജ്യമായ പങ്കാളിയെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്ന പ്രതിഭാസത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇനി ഗാമോഫോബിയക്കാരുടെ കാര്യം. 2026 കണക്ക് നോക്കിയാൽ കേരളത്തിൽ വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരുടെ, അതായത് വോളണ്ടറി സിംഗിൾനെസ് സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അതിന് പ്രധാന കാരണം ലിവിങ് ടുഗദറാണ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ മെട്രോ നഗരങ്ങളിൽ ട്രൂകോഡ് മാർക്കറ്റ് റിസർച്ച് നടത്തിയ പഠനം പറയുന്നത് അവിവാഹിതരായ പങ്കാളികൾക്കൊപ്പം താമസിക്കുന്ന 5.7% കപ്പിൾസ് ഉണ്ടെന്നാണ്. അതായത് 100-ൽ 94 ജോഡികൾ കല്യാണം കഴിച്ച് താമസിക്കുമ്പോൾ 6 ജോഡികൾ ലിവിങ് ടുഗദറാണ്. ലവ് ബേഡ്സ് നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ല. 90%-നും കുട്ടികളില്ല, കുട്ടികൾ വേണമെന്നും താല്പര്യമില്ല. ഇനിയും കാരണങ്ങൾ പറയാൻ പോയാൽ തീരില്ല. ഇനി വീഡിയോയുടെ മർമ്മത്തിലേക്ക് പോകാം. എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? കേരളത്തിന് വാർദ്ധക്യം ബാധിച്ചോ?
കേരളം റീപ്ലേസ്മെന്റ് ഫെർട്ടിലിറ്റി, അതായത് ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ എന്ന നേട്ടം കൈവരിച്ചത് 1987 നേരത്തെ പറഞ്ഞല്ലോ. അധികം വൈകാതെ 1990കളുടെ തുടക്കത്തിൽ TFR റീപ്ലേസ്മെന്റ് നിലവാരത്തിന് താഴെയായി കേരള ജനസംഖ്യ. ഒരു സ്ത്രീക്ക് 1.9 കുട്ടികൾ. ഈ സമയം കേരളത്തിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് 90% മുകളിലെത്തി. സ്ത്രീകളുടെ ശരാശരി കല്യാണപ്രായം 24 വയസ്സായി. ശിശുമരണ നിരക്ക് 37 നിന്ന് 16 കുറഞ്ഞു. 2007 കേരളം 0 ജനസംഖ്യാ വളർച്ച, നിയർ സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന അല്പം അപകടം പിടിച്ച കണക്കിലേക്കെത്തി. ജനന നിരക്ക് കുത്തനെ കുറഞ്ഞു. മലയാളിയുടെ ശരാശരി ആയുസ് 73 വയസ്സ് എന്ന നേട്ടത്തിലെത്തി. ആയുസ് കൂടിയതിനാൽ കുറഞ്ഞ ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നിട്ടും പോപ്പുലേഷൻ മൊമെന്റം മൂലം അപ്പോഴും ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 4ാം ഘട്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിന് ജനസംഖ്യാ ശാസ്ത്രജ്ഞർ നൽകിയിരിക്കുന്ന പേര് അഡ്വാൻസ്ഡ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്നാണ്. 2026 ഒരു സ്ത്രീക്ക് 1.4 കുട്ടികൾ മാത്രമേ കേരളത്തിൽ ജനിക്കുന്നുള്ളൂ. ദേശീയ ശരാശരി ഇപ്പോഴും ഒരു സ്ത്രീക്ക് 2 കുട്ടികളാണ്. ഏറ്റവും അപകടകരമായ കാര്യം, ചെറുപ്പക്കാരും കുട്ടികളും കുറയുമ്പോഴും കേരളത്തിലെ വയോജനങ്ങളുടെ ജനസംഖ്യ 10 വർഷം കൊണ്ട് 20% വർദ്ധിച്ചു. അതായത് കേരളം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യം ബാധിക്കുന്ന ജനസമൂഹങ്ങളിൽ ഒന്നാണ്. ഏതാണ്ട് ജപ്പാനോട് തുല്യം. വയസ്സായവർ കൂടുമ്പോൾ ഡിപ്പെൻഡൻസി റേഷ്യോയും കൂടും. അതായത് സമൂഹത്തിന് ഈ വൃദ്ധരോട് ഉത്തരവാദിത്തമുണ്ട്. അവരെ പോറ്റേണ്ടതുണ്ട്. ഒരു ജനസമൂഹത്തിന്റെ പ്രായമളക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ജനസംഖ്യയുടെ എണ്ണം കൊണ്ടല്ല, അവിടെ കേൾക്കുന്ന ചിരിയുടെ സ്വരസ്ഥായിയിലാണ് അതുള്ളത്. ഒരു സമൂഹത്തിന് ചെറുപ്പമാണെങ്കിൽ അവിടെ കേൾക്കുന്ന ചിരിയും ഉച്ചത്തിലായിരിക്കും. ആ സമൂഹത്തിന് വയസ്സാകുമ്പോൾ ചിരി ഓർമ്മകളിലൂടെയുള്ള നെടുവീർപ്പായി മാറും. കേരളം ഇന്ന് അതിവേഗം സംഭവിക്കുന്ന ഒരു മാറ്റത്തിന് നടുവിൽ പകച്ചു നിൽക്കുകയാണ്. ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. നാടുവിട്ടു പോയി തിരിച്ചു വരുന്ന യുവാക്കളുടെ എണ്ണം കുറയുന്നു. പക്ഷേ ഇവിടെ തുടരുന്നവരുടെ പ്രായം മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ശരാശരി പ്രായം ഇപ്പോൾ 38 വയസ്സാണ്. നമ്മൾ മധ്യവയസ്സിലേക്ക് പോവുകയാണ്. 5 പേരുണ്ടായിരുന്ന ഒരു വീട്ടിൽ ഇപ്പോൾ ഒരാൾ മാത്രം. മകൻ വിദേശത്ത്, മകൾ മറ്റൊരു നഗരത്തിൽ. ഇതൊരു വീടിന്റെ കഥയല്ല, ആയിരക്കണക്കിന് വീടുകളുടെ ദുരന്തമാണ്. കേരളത്തിൽ താമസക്കാരില്ലാതെ പൂട്ടിക്കിടക്കുന്ന 13 ലക്ഷം വീടുകളുണ്ട്. ആ വീടുകളെക്കാൾ പഴയതായി പോയ 68 ലക്ഷം മനുഷ്യരുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ 68 ലക്ഷം മനുഷ്യർ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഏജിംഗ് പോപ്പുലേഷൻ അനുഭവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. എന്താണ് ഏജിംഗ് പോപ്പുലേഷൻ? നാട്ടിൽ വയസ്സായവർ കൂടുതലും ചെറുപ്പക്കാർ കുറവുമാകുന്ന അവസ്ഥ. ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ എനിക്കൊപ്പം പഠിച്ച 500 കുട്ടികൾക്ക് പകരം ഇന്ന് 120 കുട്ടികൾ മാത്രമുള്ള ദയനീയത. ഒരു സ്കൂൾ അടയ്ക്കുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഭാവിയും അടഞ്ഞു പോകുന്ന ദുരന്തം. വയസ്സായവർ കൂടുമ്പോൾ അതിനർത്ഥം ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവരുടെ എണ്ണം കുറയുന്നു എന്നുമാണ്. അവർക്ക് ജോലി ചെയ്യുന്ന മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. കേരളത്തിലെ ഒരു യുവാവ് വയസ്സായ 2 പേരെ പിന്തുണയ്ക്കേണ്ടി വരുന്നു. നാളെ അത് 3 ആകാം, 4 ആകാം. അതോടെ കേരളത്തിലെ വർക്ക് ഫോഴ്സും പ്രൊഡക്ടിവിറ്റിയും കുറയും. സർക്കാരിന് പെൻഷൻ ബാധ്യതയും ആരോഗ്യ സുരക്ഷാ ചെലവുകളും കൂടും. സർക്കാർ ഒരു ചെറുപ്പക്കാരന് ശമ്പളം നൽകുമ്പോൾ 4 പേർക്ക് പെൻഷനും നൽകേണ്ടി വരും. അത് ആധുനിക സമൂഹത്തിൻ്റെ ചുമതലയാണ് എന്നത് വസ്തുതയാണ്. എങ്കിലും പോയ കാലത്തിന് പണം നൽകി സർക്കാർ പാപ്പരാകും. ഇപ്പോൾ നോക്കൂ, ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ച് പറഞ്ഞു വന്നാൽ നമ്മൾ എത്തിയത് ജീവിതത്തിൻ്റെ പോക്കുവെയിലിൽ തനിച്ചിരിക്കുന്ന കുറേ മനുഷ്യരിലേക്കാണ്. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ദൃഷ്ടാന്തങ്ങളായി കിടക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് ടൗണിൽ തുടങ്ങിയ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നഷ്ടം മൂലം പൂട്ടിയില്ലേ? ഇതാണ് കാരണം. കഴിഞ്ഞ മാസം വരെ തുറന്നിരുന്ന നിങ്ങളുടെ ടൗണിലെ ആ ടോയ് ഷോപ്പ് ഇപ്പോഴുണ്ടോ? ഇല്ല, അത് പൂട്ടി. നിങ്ങളുടെ വീട്ടുപറമ്പിനോട് ചേർന്നുള്ള കണ്ടത്തിൽ കുട്ടികളിപ്പോൾ കൂട്ടമായി കളിക്കാൻ വരാറുണ്ടോ? ഇല്ല, അവരെല്ലാം ഇവിടെ പോയി. നിങ്ങളുടെ നാട്ടിലെ ആർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷം കഴിഞ്ഞ 5 വർഷമായി മുടങ്ങിക്കിടക്കുകയാണോ? വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ 400-ലേറെ സ്പോർട്സ് ടർഫുകൾ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടി. അതെന്തുകൊണ്ടാവാം? നിങ്ങളൊന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷേ അത് സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ നിശബ്ദരായിരിക്കുന്നു. വീടുകൾ വാർദ്ധക്യത്തിൻ്റെ ഗന്ധം കൊണ്ട് നിറയുന്നു. കേരളം ഒരു പുതിയ യുഗത്തിലേക്ക് പതിയെ പ്രവേശിക്കുകയാണ്. അതൊരു ഡിക്ലൈൻ അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. ഒരു സമൂഹത്തിന് പ്രായം കൂടുമ്പോൾ അതിൻ്റെ ജ്ഞാനവും കൂടും. അത് അതിൻ്റെ കഥകൾ പങ്കുവയ്ക്കും, പിഴവുകളിൽ നിന്ന് പഠിക്കും. പക്ഷേ ആ കഥകൾ കേൾക്കാൻ ആരെങ്കിലും ബാക്കി വേണം. ഒരു തലമുറ മറ്റൊരു തലമുറയോടെ കണക്റ്റഡ് ആകുമ്പോഴാണ് ആ സമൂഹത്തിന് ജീവൻ ഉണ്ടാകുക. ചോദിക്കേണ്ട അവസാന ചോദ്യം നമ്മൾ എത്ര വർഷം ജീവിക്കുമെന്നല്ല, നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുമെന്നാണ്. ഞാനും നിങ്ങളെപ്പോലെ കേട്ടതൊന്നും വിശ്വസിക്കുന്നില്ല. കേരളം ഒരു ഏജിങ് സൊസൈറ്റി അല്ല, ഇവോൾവിങ് സൊസൈറ്റിയാണ്. ആ പ്രതീക്ഷ വെച്ചേ പറ്റൂ. കാരണം എനിക്കും വയസ്സാവുകയാണ്. എൻ്റെ മകളും സ്വപ്നം കാണുന്നത് അതിൻ്റെ ദേശങ്ങളെയാണ്.